വേർഡ് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിൻ്റെ വചനം അല്ലേ? ജ്ഞാനത്തിൻ്റെ വചനം എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ദൈവം നമുക്ക് തരുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗിഫ്റ്റ് തന്നെയാണ്, ഒരു കൃപാദാനം തന്നെയാണ്. കാരണം ബൈബിളിൽ സദൃശ്യവാക്യങ്ങൾ 15:2 എഴുതിയിട്ടുണ്ട്, ജ്ഞാനിയുടെ നാവ് നല്ല പരിജ്ഞാനം പ്രസ്താവിക്കുന്നു, മൂഢന്മാരുടെ വായോ ഭോഷത്വം പൊഴിക്കുന്നു. അപ്പോൾ ഇതെഴുതിയിരിക്കുന്ന ശലോമോൻ തന്നെ ദൈവത്തോട് ഇത് ചോദിച്ചു മേടിച്ച ആളാണ്. ഈ വിസ്ഡം അത് ദൈവം തരുന്നതാണ്. ഈ വിസ്ഡം ചിലർ പറയത്തില്ല, അവനൊരു മണ്ടനാ, അവനൊരു പൊട്ടനാ, അവനൊന്നും കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ശരിക്കും അങ്ങനെ പറയരുത് എന്നുള്ളതാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ ഒരുത്തിന് ജ്ഞാനം കുറവാണെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. അപ്പം ഈ വിസ്ഡം എന്ന് പറയുന്നത് ദൈവത്തോട് ചോദിച്ചാൽ ദൈവം നമ്മളിൽ പകരപ്പെടുന്ന ഒരു കൃപാദാനമാണ്. അത് ദൈവത്തോട് ചോദിച്ച് മേടിക്കാൻ എഴുതിയിരിക്കുന്നു. ഒരാളിപ്പം അവന് ജ്ഞാനം കുറവാണെങ്കിൽ, അവന് ഇച്ചിരി ബുദ്ധി കുറവാണെങ്കിൽ, അവന് ആ വിസ്ഡം ഇല്ലെന്ന് നമുക്ക് ഫീൽ ചെയ്താൽ അവനുവേണ്ടി പ്രാർത്ഥിക്കുക, അവനോടും പ്രാർത്ഥിക്കാൻ പറയണം, ദൈവത്തോട് ചോദിക്കാൻ പറയണം. ദൈവമേ, നിൻ്റെ ജ്ഞാനം, നിൻ്റെ വിസ്ഡം എനിക്ക് തരണം, എൻ്റെ മക്കളുടെ മേളിൽ ആ വിസ്ഡം നീ കൊടുക്കണം, എൻ്റെ കൂട്ടുവേലക്കാരൻ്റെ മേളിൽ, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ ഭർത്താവിന് ആ വിസ്ഡം നീ കൊടുക്കണം. അത് ചോദിച്ചാൽ തരുമെന്നാ, യാചിച്ചോളാനാണ് എഴുതിയിരിക്കുന്നത്, ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഈ ശലോമോനാണല്ലോ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ, ദൈവത്തോട് ചോദിച്ചു മേടിച്ച്. അദ്ദേഹത്തിൻ്റെ പുസ്തകം, സഭാപ്രസംഗിയുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിനകത്ത് ശലോമോൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇരുമ്പായുധം മൂർച്ചയില്ലാഞ്ഞിട്ട് അതിൻ്റെ വായ്ത്തല തേക്കാതിരുന്നാൽ അവൻ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും. ആ മനുഷ്യൻ്റെ മുമ്പിൽ ഒരുമാതിരിപ്പെട്ട ഐറ്റങ്ങളെല്ലാം മുറിഞ്ഞു പോകും. ശത്രു കൊണ്ടുവയ്ക്കുന്ന ഒരുമാതിരിപ്പെട്ട തടകളെല്ലാം, ബന്ധനങ്ങളെല്ലാം പൊട്ടിപ്പോകും. അത് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു കഴിവ് ദൈവം കൊടുക്കും. അതെ, അത് ശരിക്കും യേശു കർത്താവ് കർത്താവിൻ്റെ മിനിസ്ട്രി നോക്കിയാൽ ഈ വിസ്ഡം എന്ന് പറയുന്ന ഗിഫ്റ്റ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്തത് യേശു ക്രിസ്തു തന്നെയാണ്. ശലോമോൻ കഴിഞ്ഞാൽ ശലോമോനേക്കാൾ വലിയവനാണ് ക്രിസ്തു. അതെ. അപ്പം നമുക്ക് ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അതിൻ്റെ 12-ാം അധ്യായത്തിൽ കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ യേശു കർത്താവ് പറയുകയാണ്, കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക. ശരിക്കും യേശു അവിടെ ഉപയോഗിച്ചത് വിസ്ഡമാണ്. ആ വിസ്ഡമാണ് അവിടെ ഉപയോഗിച്ചത്. ഒരു പാപിനിയായ സ്ത്രീയെ യേശു കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ആ യഹൂദന്മാരെ എല്ലാവരുടെയും കൈ കല്ലിരിപ്പുണ്ട്. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് ഈ കല്ല് ഇവളെ എറിയാൻ എടുത്താന്ന്. ശരിക്കും പറഞ്ഞാൽ ആ കല്ല് അവളെ എറിയാൻ എടുത്തല്ല, ഇവർ പ്ലാനിങ്ങോടുകൂടെ വന്നതാണ്. ആ കല്ല് യേശുവിനെ എറിയാനുള്ള കല്ലായിരുന്നു ഉറപ്പായിട്ട്. അവർ വന്നിട്ട് ഈ സ്ത്രീയെ നടുക്ക് നിർത്തിയിട്ട് ചോദിക്കുകയാണ്, ഗുരു, ഇവളെ വ്യഭിചാര കുറ്റത്തിൽ പിടിച്ചിരിക്കുകയാണ്, മോശയും ന്യായപ്രമാണവും പറയുന്നത് ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ്, നിനക്കെന്താണ് ഇതിൽ പറയാനുള്ളത്? അപ്പം അവിടെ യേശു കർത്താവ് ഇവരോട് അവളെ കല്ലെറിഞ്ഞ് കൊല്ലൂ, ന്യായപ്രമാണത്തിൽ അങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവരുടനെ പറയും, ഇത്രയും ദിവസം നീ പ്രസംഗിച്ചുകൊണ്ട് നടന്നത് നീ പാപികളെ രക്ഷിക്കാൻ വന്നു എന്നാണ്, നീ പാപികളുടെ രക്ഷകൻ എന്നാണ്. ഇപ്പം നീ പറയുന്നു പാപിയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ. ഇപ്പം മനസ്സിലായല്ലോ എല്ലാവർക്കും, ഇവൻ പാപിയുടെ രക്ഷകനല്ലെന്ന്. എന്നാൽ യേശു പറയാണ്, ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലരുത്, ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലരുത്. ഒരാളൊരു ചോദ്യം ചോദിച്ചാൽ ഒന്ന് യെസ് അല്ലേ നോ ഇതല്ലേ പറയണ്ടേ? അപ്പം ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലരുതെന്ന് യേശു പറഞ്ഞാൽ ഉടനെ ഇവർ പറയും, കണ്ടോ ഇവൻ ദുരുപദേശകനാണ്. മോശയുടെ ന്യായപ്രമാണത്തിനകത്ത് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യുന്നവരെ, വ്യഭിചാര കുറ്റത്തിൽ പിടിച്ചവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന്. അപ്പോൾ ഇവൻ ബൈബിൾ അനുസരിക്കുന്നവനല്ല, ഇവൻ ന്യായപ്രമാണം അനുസരിക്കുന്നവനല്ല, ഇവൻ ദുരുപദേശകനാണ്. അപ്പോൾ ദുരുപദേശകന്മാരെ, ന്യായപ്രമാണം അനുസരിക്കാത്തവനെ എറിയണമെന്നുള്ളതാണ്. അതെ. അപ്പോൾ യേശു കർത്താവ് ഇവളെ കല്ലെറിഞ്ഞ് കൊന്നോളാൻ പറഞ്ഞാൽ യേശു പാപിയുടെ രക്ഷകനല്ലാതാകും. ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലരുതെന്ന് പറഞ്ഞാൽ യേശു കർത്താവ് ദുരുപദേശകനാകും. ഇത് രണ്ട് പറഞ്ഞാൽ ഇവരുടെ കയ്യിലിരിക്കുന്ന കല്ല് യേശുവിൻ്റെ മേളിൽ വീഴും. മനസ്സിലാവുന്നുണ്ടോ? ഉടനെ കർത്താവ് അവർക്ക് കൊടുത്ത മറുപടി എന്നാണെന്നറിയോ? നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ. അങ്ങനെ ഒരു മറുപടി ഇവർ പ്രതീക്ഷിച്ചതേയില്ല. വിസ്ഡമാണ്, ആ വിസ്ഡം ഉപയോഗിച്ചതാണ് കർത്താവ്. അതിൻ്റെ മുമ്പിൽ ഒരെണ്ണത്തിനൊരു അക്ഷരം പറയാൻ പറ്റാതെ അവരുടെ മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ചെറിയവനും ഇളയവനും എല്ലാം കല്ല് താഴെ ഇട്ടിട്ട് പോയി. അപ്പം വിസ്ഡം എന്ന് പറയുന്നത് ദൈവം തരുന്ന ഒന്നാണ്, അത് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒന്നാണ്.
അത് ചോദിച്ച് മേടിക്കാൻ ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ ജ്ഞാനവും പരിജ്ഞാനവും ഒന്നിച്ച് പറയാം. ജ്ഞാനവും പരിജ്ഞാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. വേർഡ് ഓഫ് വിസ്ഡവും വേർഡ് ഓഫ് നോളജും. അല്ലാതെ രണ്ടും വിസ്ഡം എന്ന് എഴുതേണ്ടതല്ലേ. ഒന്ന് വിസ്ഡമാണ്, മറ്റേത് നോളജാണ്. അപ്പോൾ പരിജ്ഞാനമെന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ പ്രവൃത്തി തലത്തിൽ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പ്രവർത്തന മേഖലയിൽ പരിജ്ഞാനത്തോടെ സംസാരിക്കുന്നു, പരിജ്ഞാനത്തോടെ ബിഹേവ് ചെയ്യുന്നു, ഇടപെടുന്നു, പരിജ്ഞാനത്തോടെ ആ വിഷയം ഡീൽ ചെയ്യുന്നു. ഇത് രണ്ടും വേർഡ് ഓഫ് വിസ്ഡവും വേർഡ് ഓഫ് നോളജും രണ്ടും രണ്ടാണ്. നോളജ് നമ്മൾ വിചാരിക്കുന്ന അറിവ് എന്നുള്ളതാണ്, പക്ഷെ പരിജ്ഞാനം എന്നുള്ളതാണ് കൃത്യമായൊരു വാക്ക് തന്നെ. അതുകൊണ്ടാണ് ബൈബിളിലും പരിജ്ഞാനത്തിന്റെ വചനം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇതേ ശലോമോന്റെ വിഷയത്തിൽ തന്നെ പുള്ളി ഭയങ്കര പരിജ്ഞാനമുള്ള മനുഷ്യനായിരുന്നു. അതിൻ്റെ 16 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ, അന്നത്തെ കാലത്ത് 2 വേശ്യ സ്ത്രീകൾ രാജാവിൻ്റെ അടുക്കൽ വന്ന് രാജാവിൻ്റെ മുമ്പിൽ നിന്നു. എന്നിട്ട് അതിലൊരുത്തി രാജാവിനോട് പറയാണ്, തമ്പുരാനെ, അടിയനും ഇവളും ഒരു വീട്ടിൽ പാർക്കുന്നു. ഞങ്ങൾ പാർക്കുന്ന വീട്ടിൽ വെച്ച് ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചു. ഞാൻ പ്രസവിച്ചതിൻ്റെ 3-ാം ദിവസം ഇവളും പ്രസവിച്ചു. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഞങ്ങൾ 2 പേരും ഒഴികെ ആ വീട്ടിൽ മറ്റാരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് രാത്രി ഇവൾ തൻ്റെ മകൻ്റെ മേളിൽ കിടന്നതുകൊണ്ട് അവൻ മരിച്ചുപോയി. അവൾ അർദ്ധരാത്രി എഴുന്നേറ്റ് അടിയൻ ഉറങ്ങുന്ന സമയം അടിയൻ്റെ അരികിൽ നിന്ന് അടിയൻ്റെ മകനെ എടുത്ത് അവളുടെ പള്ളയ്ക്കലും അവളുടെ മരിച്ച മകനെ അടിയൻ്റെ പള്ളയ്ക്കലും കിടത്തി. രാവിലെ കുഞ്ഞിനെ മുല കൊടുക്കുവാൻ അടിയൻ എഴുന്നേറ്റ് ചെന്നപ്പോൾ അത് മരിച്ചു കിടക്കുന്ന കണ്ടു. വെളിച്ചമായ ശേഷം അടിയൻ സൂക്ഷിച്ച് നോക്കിയാറ് അടിയൻ പ്രസവിച്ച കുഞ്ഞല്ല. അപ്പോൾ ഇവിടെ 2 പേരും ഒരേ ടൈം പീരീഡിൽ പ്രസവിച്ചതാണ്. അതിനകത്ത് ഒരു സഹോദരിക്ക് ഒരു അബദ്ധം പറ്റി. ഉറങ്ങുന്ന വഴിക്ക് എങ്ങനെയോ കുഞ്ഞ് മരിച്ചുപോയി, ശ്വാസം കിട്ടാതെ മരിച്ചുപോയി. അപ്പോൾ അതിനകത്ത് ഒരാൾ മറ്റേ ആളുടെ കൊച്ചിനെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കിടത്തി, ഈ മരിച്ച കൊച്ചിനെ എടുത്ത് അപ്പുറത്ത് കൊണ്ട് കിടത്തി, ഒരു മാറ്റം നടത്തി. അപ്പോൾ ഇത് രാജാവിൻ്റെ മുമ്പിൽ, ശലോമോൻ്റെ മുമ്പിൽ വരികയാണ്. അപ്പോൾ ആ മനുഷ്യൻ്റെ പരിജ്ഞാനം നമ്മൾ ശ്രദ്ധിക്കണം. ഉടനെ രാജാവ് പറഞ്ഞു, ജീവനുള്ളത് എൻ്റെ കുഞ്ഞ്, മരിച്ചത് നിൻ്റെ കുഞ്ഞ് എന്ന് ഇവൾ പറയുന്നു. അങ്ങനെയല്ല, മരിച്ചത് നിൻ്റെ കുഞ്ഞും ജീവനുള്ളത് എൻ്റെ കുഞ്ഞും എന്ന് മറ്റവൾ പറയുന്നു. രാജാവ് പറഞ്ഞു, ഒരു വാളിഞ്ഞെടുത്തോണ്ട് വാ. ഒരു വാളിഞ്ഞ് കൊണ്ടുവരാൻ പറഞ്ഞു. വാൾ കൊണ്ടുവരുമെന്ന് രാജാവ് കൽപ്പിച്ചു. ഒരു വാൾ രാജസന്നിധി പെട്ടെന്ന് കൊണ്ടുവന്നു. അപ്പോൾ രാജാവ് ജീവനുള്ള കുഞ്ഞിനെ 2ആയി പിളർന്ന്, ഇതിനെ ഞാൻ ഈ വാൾ കൊണ്ട് 2ആയി കണ്ടിച്ച് പകുതി നിനക്കും പകുതി നിനക്കും തരാമെന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥ കുഞ്ഞിൻ്റെ അമ്മ പെട്ടെന്ന് പറഞ്ഞു, അയ്യോ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ, കുഞ്ഞിനെ കൊല്ലരുതേ എന്ന് പറഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ രാജാവിന് അതിൽ നിന്ന് മനസ്സിലായി ഈ കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മ ആരാണ് എന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വലിയ സങ്കീർണമായ പ്രശ്നത്തെ, അടിയും വഴക്കും ഉണ്ടാകാവുന്ന സാഹചര്യത്തെ വളരെ പരിജ്ഞാനത്തോടെ സെക്കൻഡ് കൊണ്ട്, ഒരു ക്ലാസ്സിനും പോകാതെ ആരോടും ഒന്നും ചോദിക്കാതെ രാജാവ് ആ പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ അവിടെ കൊണ്ടുവരികയാണ്. നിസ്സാരമായിട്ട് DNA ടെസ്റ്റ് നടത്തി, നിസ്സാരമായ DNA ടെസ്റ്റ് നടത്തിയതുപോലെ ആയിപ്പോയി. അത് പരിജ്ഞാനമാണ്. ആ ഒരു വിഷയം വരുമ്പം അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഒരു സഭയെ നയിച്ചുകൊണ്ട് പോകുമ്പോൾ ഇതിനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ദൈവദാസന്മാർക്കെല്ലാം വേണ്ട. പാസ്റ്റർമാരെല്ലാം പ്രാർത്ഥിക്കണം. നേതൃത്വ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന, പ്രത്യേകിച്ച് ഒത്തിരി സ്പിരിച്വൽ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പൊളിറ്റീഷ്യൻസും ഒത്തിരി എല്ലാ മേഖലകളിലും എല്ലാവരും പ്രവർത്തിക്കുകയാണ്. എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നവർ ഇത് 2 ദൈവത്തോട് ചോദിച്ച് മേടിക്കണം. നോളജും വിസ്ഡവും, പരിജ്ഞാനവും അതിൻ്റെ പ്രായോഗിക തലവും, ജ്ഞാനവും വിവേകവും പരിജ്ഞാനവും, ഇത് 2ഉം ദൈവത്തോട്